ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ റിമാൻഡ് നീട്ടി. തിരുവല്ല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, നേരത്തെ ഈ ജാമ്യ ഹർജിയിൽ 28ലേക്ക് വിധി പറയാൻ മാറ്റിയിരുന്നു. റിമാൻഡ് കാലാവധി നീട്ടുകയാണല്ലേ? മൂന്നാമതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ ഈ മാസം 11-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതി റിമാൻഡ് ചെയ്യപ്പെട്ടത്. ആ 14 ദിവസത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇതേ തുടർന്നാണ് പ്രതിയുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്ന അപേക്ഷയുമായി SIT തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. സ്വാഭാവികമായും മറ്റ് കസ്റ്റഡിയിൽ വേണമെന്നുള്ള അപേക്ഷയൊന്നും തന്നെ നിലവിൽ അന്വേഷണ സംഘത്തിന് അത്തരത്തിലില്ല എന്നതിനാൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പ്രതിയെ അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി നീട്ടുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉള്ളത്. അതേസമയം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. 28-ന് വിധി കാത്തി. കസ്റ്റഡി വേണ്ട, അന്വേഷണം വേണ്ട, തെളിവെടുപ്പ് വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ രാഹുൽ ജയിലിൽ തന്നെ കിടക്കണം. ഇതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്തെ ഈ പറയുന്ന ജില്ലാ കോടതിയിൽ നിന്ന്, പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ വാദങ്ങൾ പൂർത്തിയാക്കി 28-ാം തീയതിയിലേക്ക് ആ ജാമ്യാപേക്ഷയുടെ വിധി പറയാനും വേണ്ടി മാറ്റിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ അന്വേഷണ സംഘം ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്. എന്താണ് അപേക്ഷയിൽ പറയുന്നത്? കസ്റ്റഡി വേണമെന്നാണോ? അല്ല. ചോദ്യം ചെയ്യണമെന്നാണോ? അല്ല. അന്വേഷണം നടത്തണമെന്നാണോ? അല്ല. തെളിവെടുപ്പ് നടത്തണമെന്നാണോ? അല്ല. പിന്നെ എന്താണ് പറയുന്നത്? റിമാൻഡ് നീട്ടണം എന്ന് പറഞ്ഞാൽ രാഹുലിനെ ജയിലിൽ തന്നെ ഇടണം. കാരണം അത് പറയാൻ ഈ റിമാൻഡ് കാലാവധി ഇന്നലെ വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റിമാൻഡ് കാലാവധി ഇന്നലെ പൂർത്തിയാകുമ്പോൾ ഒരു അന്വേഷണവും ഒരു ആവശ്യവും ഒന്നുമില്ല, പക്ഷേ അയാൾ ജയിലിൽ കിടക്കണം. അപ്പോൾ എവിടെയോ ഒരു വശപ്പശക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, തോന്നുന്നില്ലേ? ഉണ്ട്. ഇതിനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിൽ വാങ്ങി ആദ്യം, അല്ലേ? കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തെളിവെടുപ്പിന് കൊണ്ടുപോയി. ആ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ട് തിരുവല്ലയിലെ ആ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയിട്ട് ആ ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ച് നോക്കുമ്പോൾ 408-ാം നമ്പർ മുറി ഈ പരാതിക്കാരി പറയുന്ന ദിവസം ബുക്ക് ചെയ്തിരിക്കുന്നത് പരാതിക്കാരി തന്നെയാണ്. മാത്രവുമല്ല, പരാതിക്കാരിയോടൊപ്പം ആ മുറിയിൽ അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള ആളുടെ പേര് എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടം അല്ല താനും. മനസ്സിലായില്ലേ? അപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ട് വലിയ ഒരു തിരിച്ചടി ഇവർ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ട് തിരിച്ചടി നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെളിവ് എന്ന് പറയുന്നത് എന്താണ്? കോടതിക്ക് മുന്നിൽ മെറ്റീരിയൽ എവിഡൻസുകൾ വേണം. ഈ മെറ്റീരിയൽ എവിഡൻസ് എന്താണ്? ഇപ്പോൾ അത് കുറച്ച് കാലം മുമ്പ് നടന്നതായതുകൊണ്ടും ആ ഹോട്ടൽ മുറികളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. കാരണം അത് ഓവർ റൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ലഭ്യമല്ല. പിന്നെ എന്താണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോട്ടൽ രജിസ്റ്ററാണ്. ഈ രജിസ്റ്ററിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? യുവതി വന്നിട്ടുണ്ട്, 408-ാം മുറി എടുത്തിട്ടുണ്ട്, കൂടെ ഉണ്ടായിരുന്ന ഒരു മറ്റൊരാൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ രാഹുൽ മാങ്കൂട്ടലല്ല. അപ്പം തെളിവെടുപ്പിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം രാഹുലിന് അനുകൂലമായ ഒരു തെളിവും രാഹുലിന് എതിരായിട്ടുള്ള ഒരു തെളിവും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ലഭിച്ച തെളിവ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന തെളിവുകളാണ് താനും. മനസ്സിലായില്ലേ? അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല അർത്ഥത്തിൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. കാരണം രജിസ്റ്ററിലുള്ള പേര് യുവതിയുടേതാണ്, അതായത് പരാതിക്കാരിയുടേതാണ്. കൂടെയുള്ള ആളുടെ പേര് രാഹുൽ മാങ്കൂട്ടം അല്ലാതാനും. അപ്പം അതുകൊണ്ട് അത് വേറെ അർത്ഥത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രാഹുലിന് അനുകൂലമാകുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡി വേണ്ട. മനസ്സിലായില്ലേ? ആദ്യം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടപ്പോൾ 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി നൽകിയത് 3 ദിവസത്തെ കസ്റ്റഡിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കസ്റ്റഡി വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ റിമാൻഡ് കാലാവധി അവസാനിക്കുമ്പോഴും കസ്റ്റഡി വേണമെന്ന് പറയുന്നില്ല. തെളിവെടുപ്പ് നടത്തണമെന്നോ ചോദ്യം ചെയ്യണമെന്നോ എന്നൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത് റിമാൻഡ് നീട്ടണമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം അന്വേഷണമാണോ? അല്ല. തെളിവെടുപ്പാണോ? അല്ല. ചോദ്യം ചെയ്യലാണോ? അല്ല. കേസ് അന്വേഷിക്കലാണോ? അല്ല. പിന്നെ എന്താണ്? അയാളെ 2 ദിവസം കൂടുതൽ അകത്തിടണം. മനസ്സിലായില്ലേ? 2 ദിവസം കൂടുതൽ അകത്തിടണം അയാളെ എന്നുള്ളതാണ് ലക്ഷ്യം.
അതിനപ്പുറത്തേക്ക് ഈ കേസ് അങ്ങ് അന്വേഷിച്ച് തള്ളിമറിക്കാമെന്നൊന്നും ആർക്കും ഒരു പ്രതീക്ഷയുമില്ല, വിശ്വാസവുമില്ല. കാരണം ഈ പരാതി ആ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ പരാതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ പരാതി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ തളക്കാൻ കഴിയുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റഡി വേണ്ട, ചോദ്യം ചെയ്യൽ വേണ്ട, അന്വേഷണം വേണ്ട, പക്ഷേ അയാൾ അകത്ത് കിടക്കണം. അതാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം അകത്ത് കിടക്കണം. അത് ചിലതിനെയൊക്കെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, മത്സര രംഗത്ത് ഉണ്ടാവരുത്. ഇതാണ് ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും. കാരണം അയാൾ പുറത്തുണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ പ്രവർത്തനങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഈ പിന്നിൽ കളിക്കുന്ന ആളുകൾക്ക് യാതൊരു തർക്കവും ഇല്ല. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നടത്തിയ അത്രയും വേട്ടയാടലുകൾ അതൊക്കെ വെറുതെ ആയി പോകുമെന്നുള്ളതാണ്. കാരണം ഇതിന് പിന്നിൽ കളിക്കുന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്താണത്? അത് രാഹുൽ മാങ്കൂട്ടം ഒരു സ്ഥാനാർത്ഥിയായാൽ എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അത് അയാൾ എവിടെ നിന്നുകൊണ്ടാണെങ്കിലും, മീൻസ് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ടാണെങ്കിലും, അതല്ല ഇനി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിട്ടാണെങ്കിൽ പോലും അയാൾ മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിച്ച് കയറുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ബോധ്യമാണ് രാഹുലിനെ വേട്ടയാടണം, ആ മത്സര രംഗത്ത് അയാൾ ഉണ്ടാവരുത്, അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. അങ്ങനെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ അറസ്റ്റ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്, അതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ ആർക്കും കസ്റ്റഡി വേണ്ടാത്തത്, ക്വസ്റ്റ്യൻ ചെയ്യൽ വേണ്ടാത്തത്, ഇതൊന്നും വേണ്ടാത്തത്. എന്തുകൊണ്ടാണ്? അയാൾ ജയിലിൽ ഇങ്ങനെ കിടക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ വിചാരണ നടത്തി, വിചാരണകൾ കഴിഞ്ഞ് വാദങ്ങളും പ്രതിവാദങ്ങളും കഴിഞ്ഞ് ശിക്ഷ വിധിച്ചതിന് ശേഷമല്ല രാഹുൽ ജയിലിൽ കിടക്കുന്നത്. ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. അവിടെയാണ് ഈ രംഗത്ത് നിന്ന്, മത്സര രംഗത്ത് നിന്ന് രാഹുലിനെ മാറ്റി നിർത്തണമെന്നുള്ള വലിയ അജണ്ടകൾ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന റിമാൻഡ് കാലാവധി നീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും 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 ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പിന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വ്യക്തമായ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ലെങ്കിലും അവരെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് വലിയ താല്പര്യങ്ങളുണ്ട്. അവർ പല നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു കാരണവശാലും രാഹുൽ പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് ആ നിർദ്ദേശം. അതിന് വേണ്ടത് ചെയ്താൽ മതി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ കെട്ടടങ്ങുന്നത് വരെ, അറ്റ്ലീസ്റ്റ് ഈവൻ ഈ പറയുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന സമയം അവസാനിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കുകയാണ്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അയാളെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു, എന്താണെങ്കിലും രാഹുൽ മത്സരിക്കും. മീൻസ് രാഹുൽ ഒരുപക്ഷേ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, അതല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ മൂന്നാമത്തെ പരാതി ഉണ്ടാക്കുന്നതും. അതിൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ നടപടിക്രമങ്ങളിൽ തന്നെ എല്ലാ ഗൂഢാലോചനകളുമുണ്ട്. പരാതി വന്നു, പരാതി പുറം ലോകം അറിഞ്ഞില്ല. കാരണം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ കോടതിയെ സമീപിക്കും. അതുള്ളതുകൊണ്ട് ഈ പറയുന്ന കോടതിയിലെത്തിയാൽ പിന്നെ അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പുറം ലോകം അറിഞ്ഞില്ല. പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തെ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആ ഗൂഢാലോചന നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവ വികാസങ്ങൾ ഒക്കെയും ഈ പറയുന്ന രീതിയിൽ ഈ ഗൂഢാലോചനകൾ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് എന്നുള്ളതാണ്.
അതാണ് ഇപ്പോൾ പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഭാഗമാകുന്നത് ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കൂടിയാണ്. മാധ്യമങ്ങൾ ഒരു അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സംഭവങ്ങളും ഒരു വാർത്തകളും ഒരു കോടതിയുടെ നടപടിക്രമങ്ങളും ഒന്നും ജനങ്ങളിലേക്ക് എത്തരുത് എന്ന് മാധ്യമങ്ങൾക്ക് വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നേ ഇല്ല. അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടിയുള്ള മാക്സിമം ശ്രദ്ധ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പരാതിക്കാരി പറയുന്ന കാര്യങ്ങളെ കീറി മുറിച്ച് അതിനെ പൊടിപ്പും തുങ്ങലും ഒക്കെ വെച്ചുകൊണ്ട് മാക്സിമം അതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനപിന്തുണ തകർക്കണം, അയാൾക്ക് ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്വീകാര്യതയുണ്ട്, അതിൽ വിള്ളൽ വരുത്തണം, എന്നിട്ട് അതിന് പകരം രാഹുലിനോടുള്ള വെറുപ്പ്, അയാളൊരു ക്രൂരനാണെന്ന് വരുത്തി തീർത്ത് അയാളോടുള്ള വെറുപ്പ് ജനങ്ങളുടെ മനസ്സിൽ കുത്തി നിറക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മാമാ പണിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കസ്റ്റഡി വേണ്ട, ക്വസ്റ്റ്യനിങ് വേണ്ട, തെളിവെടുപ്പ് വേണ്ട, അന്വേഷണം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അയാൾ ജയിലിൽ കിടക്കണമെന്ന് പറയുന്നത്, റിമാൻഡ് നീട്ടണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?